ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജന്മത്തിൽ കംസൻ ആരായിരുന്നു എന്നുള്ള ബഹുലാശ മഹാരാജാവിൻ്റെ ചോദ്യത്തിന് നാരദമുനി ഉത്തരം പറയുന്നു. കംസൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? കംസൻ്റെ ആ ചരിതം വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാം എന്നതായിരുന്നു മിഥിലേശനായ ബഹുലാശ മഹാരാജാവ് നാരദമുനിയോട് ചോദിച്ചത്. ഇത് കേട്ട നാരദമുനി പറഞ്ഞു തുടങ്ങി. പാലാഴി മഥനത്തിനു ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ കാലനേമി എന്ന അസുരൻ മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ടു. അസുരഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് കാലനേമിയെ ജീവിപ്പിച്ചു. അങ്ങനെ ഭഗവാൻ വിഷ്ണുവുമായി യുദ്ധം ചെയ്യുവാനുള്ള ആ ഒരു അഭിവാംഛം മൂലം കാലനേമി മന്ദരപർവ്വതത്തിലെത്തി. എന്നിട്ട് കറുകനീരു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉഗ്രമായ തപസ് തുടങ്ങി കാലനേമി. 100 ദിവ്യവത്സരങ്ങൾക്കു ശേഷം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അസ്ഥിശേഷനും പുറ്റിൽ പൊതിഞ്ഞവനുമായ ആ അസുരനോട് വരം വാങ്ങിക്കൊള്ളുവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു. പൂർണ്ണനായ വിഷ്ണുവോ വിഷ്ണു അംശജന്മാരോ ദേവന്മാരോ തന്നെ വധിക്കരുത് എന്നൊരു വരമാണ് കാലനേമി ബ്രഹ്മാവിനോട് പറഞ്ഞത്. ഇക്കാര്യം അത്യന്തം ദുർലഭമെങ്കിലും അവൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകൃതമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ കാലനേമിയെ അനുഗ്രഹിച്ചു. ആ കാലനേമി ഉഗ്രസേന പത്നിയിൽ കംസനായി ജന്മമെടുത്തു. കുട്ടിക്കാലത്തു തന്നെ മല്ലയുദ്ധം അവൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു. ഒരിക്കൽ ജരാസന്ധൻ ദിഗ്വിജയത്തിനു ശേഷം പുറപ്പെട്ട് യമുനാ നദിക്കരയിൽ തമ്പടിച്ചു കൂടിയിരുന്ന സമയം കുവലയാപീഠം എന്ന കൂറ്റനായൊരു ആന ജരാസന്ധൻ്റെ പാളയത്തിൽ നിന്ന് ചങ്ങലകൾ പൊട്ടിച്ച് ഓടുവാൻ തുടങ്ങി. തൻ്റെ മുൻപിൽ എത്തിപ്പെട്ട ആ ഒരു മത്ത ഗജത്തെ തുമ്പിക്കൈയിൽ പിടിച്ച് ചുഴറ്റി കംസൻ നിലത്തു വീഴ്ത്തി. എന്നിട്ട് ആ ആനയെ പൊക്കിയെടുത്ത് ജരാസന്ധൻ്റെ സൈന്യത്തിൻ്റെ നടുവിലേക്ക് ഒരു ഏറുവെച്ചു കൊടുത്തു കംസൻ. കംസൻ്റെ ഈ അത്ഭുതമായ ബലം കണ്ട് സന്തോഷിച്ച ജരാസന്ധൻ അസ്ഥി എന്നും പ്രാപ്തി എന്നും പേരുള്ള തൻ്റെ 2 പെൺമക്കളെ കംസന് വിവാഹം ചെയ്തു കൊടുത്തു. സ്ത്രീധനത്തിൻ്റെ കൂടെ ഈ കുവലയാപീഠത്തെയും സമ്മാനമായി തന്നെ കൊടുത്തു ജരാസന്ധൻ. സ്വന്തം ശക്തിയിൽ മതോന്മത്തനായ കംസൻ ദ്വന്ദ്വയുദ്ധം കൊതിച്ച് ഒരിക്കൽ മാഹിഷ്മതിപുരിയിലെത്തി. അവിടുത്തെ രാജാവിൻ്റെ മക്കളായ ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോഷലൻ, തോഷലകൻ എന്നിവർ മല്ലയുദ്ധ നിപുണന്മാരായിരുന്നു. അങ്ങനെ തോൽക്കുന്നവൻ ജയിക്കുന്നവൻ്റെ അടിമയാവുക എന്നൊരു പന്തയം നിശ്ചയിച്ചുറപ്പിച്ച് കംസൻ അവരോട് മല്ലയുദ്ധം ചെയ്തു. ഓരോരുത്തരെയായി കംസൻ പരാജിതരാക്കി. അങ്ങനെ അവർ 5 പേരും കംസൻ്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ കംസൻ അവിടെ നിന്നും പോയത് പ്രവർഷണഗിരിയിലേക്കാണ്. അവിടെ വെച്ച് ദിവിതൻ എന്ന അതിശക്തനായ വാനരനുമായി കംസൻ ഏറ്റുമുട്ടുകയും 20 ദിവസം തുടർച്ചയായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് കംസൻ ഋഷ്യമുഖാദ്രിയിലെത്തി. അവിടെ കണ്ട കുതിരത്തലയനായൊരു രാക്ഷസനുമായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ച് അവൻ്റെ പുറത്തു കയറി മഹേന്ദ്രഗിരിയിൽ പരശുരാമ സന്നിധിയിൽ എത്തി. എന്നിട്ട് ഭാർഗവരാമനെ ഭക്തിപൂർവം നമസ്കരിച്ചു. കംസൻ്റെ ഈ സ്തുതിയിലും ആ വിനയഭാവത്തിലുമൊന്നും പരശുരാമൻ തൻ്റെ ക്രോധത്തെ അടക്കി വയ്ക്കാതെ പറഞ്ഞു, ക്ഷത്രിയാധമനായ നിന്നെ ഞാനൊരു കൊതുകിനെ പോലെ തിരുമിക്കളയും. ലക്ഷം ഭാരം ഘനമുള്ള ഈ വൈഷ്ണവ ചാപം നീ കാണുന്നില്ലേ? ത്രിപുര ദഹനത്തിനു ശേഷം ഭഗവാൻ ശ്രീ മഹാവിഷ്ണു മഹാദേവന് കൊടുത്ത ധനുസാണിത്. പരമേശ്വരനിൽ നിന്നും ഇതെനിക്കു കിട്ടി. ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന പക്ഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അല്ലാത്ത പക്ഷം സൈന്യസമേതം നിന്നെ കൂട്ടത്തോടുകൂടി ഞാൻ കൊന്നൊടുക്കും. അങ്ങനെ പരശുരാമൻ്റെ ഈയൊരു വീരവാദം കേട്ട കംസൻ ആ ഘനമുള്ള വില്ലെടുത്ത് അനായാസം വലിച്ചു കുലച്ചു. എന്നിട്ട് ചെവി വരെ ഞാൻ വലിച്ച് ഇടിമുഴക്കുന്ന ആ ശബ്ദത്തിൽ ഞാണൊലി പുറപ്പെടുവിച്ചു. ആ വില്ല് അതിനുശേഷം പരശുരാമപാദത്തിൽ വെച്ച് തൊഴുതുകൊണ്ട് കംസൻ പറഞ്ഞു, മഹർഷേ, ഞാൻ ക്ഷത്രിയനല്ല, അസുരനായ കാലനേമിയാണ്, അവിടുത്തെ ദാസൻ.
ഇത് കേട്ട് സന്തുഷ്ടനായ പരശുരാമൻ ആ വൈഷ്ണവ ചാപം കംസന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ചാപം നീ നിന്റെ ആ രാജ്യത്തിൽ വെച്ച് പൂജിക്കുക. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനേക്കാൾ പൂർണ്ണതമനായ ഏതൊരുവൻ ഇത് മുറിക്കുന്നുവോ അവൻ്റെ കൈകൊണ്ട് നിനക്ക് മൃത്യു സംഭവിക്കും. അങ്ങനെ ഈ വൈഷ്ണവ ചാപം ലഭിച്ച കംസനോട് പിന്നീട് ആരും തന്നെ എതിർക്കാൻ പോയില്ല. എല്ലാ രാജാക്കന്മാരും കംസന് കപ്പം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ സമുദ്ര തീരത്തുകൂടി സഞ്ചരിച്ചിരുന്ന കംസൻ പെരുമ്പാമ്പിൻ്റെ ഒരു രൂപത്തിൽ ഒരു ഫുൽഖാരം ചെയ്തുകൊണ്ടിരുന്ന അകാസുരനെ കണ്ടുമുട്ടുകയുണ്ടായി. തന്നെ കടിക്കാൻ പാഞ്ഞു വന്ന ആ ഭീമാകാരനായ പാമ്പിനെ കംസൻ കടന്നു പിടിച്ച് കഴുത്തിലിട്ടുകൊണ്ട് നടന്നു. പിന്നീട് കിഴക്കോട്ട് പോയി വംഗദേശത്തിലെത്തി കംസൻ. അവിടെ ഒരു കൂറ്റൻ കാളയുടെ രൂപത്തിൽ വിഹാരിച്ചിരുന്ന അരിഷ്ടാസുരനെ കാണുകയും അവനുമായി കംസൻ യുദ്ധം ചെയ്യുകയും മുഷ്ടിപ്രഹരം കൊണ്ട് വിവശനായി തീർന്ന അരിഷ്ടൻ കംസന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. പിന്നെയും കംസൻ കിഴക്കോട്ട് പോയി. അങ്ങനെ പ്രാഗ്ജ്യോതിഷപുരിയിലെത്തി കംസൻ. അവിടെ ഭൗമൻ എന്ന പേരുള്ളൊരു നരകാസുരൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ രാജാവ് കംസനോട് നരകാസുരനോടുള്ള യുദ്ധം ആവശ്യപ്പെടുകയും തോൽക്കുന്നവൻ ജയിക്കുന്നവൻ്റെ ദാസനായി തീരുക എന്ന പന്തയത്തിൽ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ ഉറച്ചു. അങ്ങനെ നരകാസുരൻ്റെ മന്ത്രിയായ പ്രലംബനോടാണ് കംസൻ ആദ്യം ഏറ്റുമുട്ടിയത്. മല്ലയുദ്ധ കോവിദനായ കംസൻ പ്രലംബനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. പിന്നീട് വന്ന ധേനുകാസുരനെ കംസൻ എത്രയോ യോജന ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തനെയും കംസൻ തോൽപ്പിച്ചു. ഭഗത്തിൻ്റെ വേഷത്തിൽ പിന്നീട് കംസനോട് ഏറ്റുമുട്ടിയത് ബകാസുരനായിരുന്നു. ആ യുദ്ധത്തിൽ അവനെയും കംസൻ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കുകയും പിന്നീട് ആ ഭഗൻ്റെ സഹോദരിയായ പൂതനയാണ് കംസനു നേരെ യുദ്ധത്തിന് ചെന്നത്. പക്ഷേ സ്ത്രീകളോട് യുദ്ധം ചെയ്യുന്നത് തനിക്ക് അപമാനകരമാണെന്ന് പറഞ്ഞ് കംസൻ ഒഴിഞ്ഞുമാറി. ഭഗൻ തൻ്റെ സഹോദരൻ ആയിത്തീർന്നതിനാൽ അവളെ സഹോദരി ഭാവേന കംസൻ കണക്കാക്കി. തൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ ഒറ്റയടിക്ക് തോൽപ്പിച്ച കംസൻ്റെ അമിതമായ ആ ഭുജബലം കൈക്കരുത്ത് കണ്ട് നരകാസുരൻ കംസനുമായി സൗഹൃദ സഖ്യം ചെയ്തു. അങ്ങനെ കംസൻ തോൽപ്പിച്ചവരെ എല്ലാവരെയും തൻ്റെ കിങ്കരന്മാരാക്കി മാറ്റി. പിന്നീട് തൻ്റെ സൈന്യത്തോടൊത്ത് കംസൻ ശംബരൻ്റെ പുരിയിലെത്തി. വീര്യപരാക്രമങ്ങളിൽ രണ്ടുപേർക്കും അന്യോന്യം മതിപ്പ് തോന്നിയതുകൊണ്ട് തന്നെ അവരെന്തു ചെയ്തെന്നോ സൗഹൃദ സഖ്യം ചെയ്തു. പിന്നീട് ത്രിശൃംഗ ശിഖിരത്തിൽ കിടന്നുറങ്ങിയിരുന്ന വ്യോമാസുരൻ എന്ന മഹാകായനെ കംസൻ ചവിട്ടിയുണർത്തി. ക്രുദ്ധനായി പിടഞ്ഞെഴുന്നേറ്റ വ്യോമാസുരനും കംസനുമായി യുദ്ധം തുടങ്ങി. എന്നാൽ കംസൻ്റെ പ്രഹരമേറ്റ വ്യോമൻ താഴെ വീഴുകയും പിന്നീട് കംസൻ ഇനി ആരോട് യുദ്ധം ചെയ്യും എന്നുള്ള ആലോചനയിൽ നാരദമുനിയുടെ അടുത്തേക്കായി ചെല്ലുകയും വിനയപൂർവം നാരദമുനിയുടെ സമീപത്തേക്ക് ചെന്ന് എനിക്ക് യുദ്ധം ചെയ്യുവാനുള്ള മോഹം അടങ്ങുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇനി ഞാൻ ആരെയാണ് യുദ്ധത്തിനായി സമീപിക്കേണ്ടത് എന്ന് നാരദമുനിയോടായി കംസൻ ചോദിച്ചു. അങ്ങനെ നാരദമുനിയുടെ പ്രേരണയാൽ കംസൻ ശോണിതപുരത്തെത്തുകയും കംസന്റെ വെല്ലുവിളി കേട്ട ബാണാസുരൻ ക്രുദ്ധനായി മാറുകയും വലിയ ഒരു ഇരുമ്പ് ദണ്ഡെടുത്ത് അത് ഭൂമിയിൽ താഴ്ത്തി കുഴിച്ചിട്ടുകൊണ്ട് കംസനോട് അത് വലിച്ചെടുക്കുവാൻ ബാണാസുരൻ പറഞ്ഞു. മതോൽക്കടനായ കംസൻ ആ ദണ്ഡ് നിഷ്പ്രയാസം വലിച്ചെടുത്തു. ബാണൻ കംസനുമായി യുദ്ധത്തിനൊരുങ്ങി. പിന്നീട് ആ സമയത്ത് ശ്രീ പരമേശ്വരൻ അവിടെ എത്തുകയും എല്ലാവരും കേൾക്കെ ബാണാസുരനോട് പറയുകയും ചെയ്തു, ഈ കംസൻ പരശുരാമൻ്റെ പക്കൽ നിന്ന് വൈഷ്ണവചാപം സമ്പാദിച്ചവനാണ്. അതിശക്തനായ ഇവനെ വധിക്കുവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനൊഴികെ മറ്റാർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ഇവനുമായി നീ സന്ധി ചെയ്യുക. ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ബാണാസുരൻ കംസനുമായി സന്ധി ചെയ്യുകയും ചെയ്തു. പിന്നീട് കംസൻ യുദ്ധം ചെയ്തത് വത്സരൂപിയായ വത്സാസുരനോടാണ്. വത്സൻ്റെ വാലു പിടിച്ച് ചുഴറ്റി നിലത്തടിച്ച് അവനെയും തൻ്റെ കിങ്കരനാക്കി മാറ്റി കംസൻ. മഹാബലശാലിയായ കാലയവനൻ കംസൻ വരുന്നതറിഞ്ഞ് തൻ്റെ ചെമ്പൻ താടി വിറപ്പിച്ചുകൊണ്ട് ഗദയുമായി യുദ്ധത്തിന് വന്നു. അപ്പോൾ തുല്യബലശാലികളായ കംസനും യവനനും സൗഹൃദ സഖ്യം ചെയ്തു. താൻ ജയിച്ചു കീഴടക്കിയ കിങ്കരന്മാരോടുകൂടി കംസൻ നേരെ പോയത് പിന്നീട് അമരാവതിയിലേക്കാണ്. ദേവാദിരാജനായ
ആ ഇന്ദ്രൻ കംസനുമായി യുദ്ധത്തിനൊരുങ്ങുകയും വജ്രവുമായി തന്നെ നേരിട്ട ഇന്ദ്രനെ കംസൻ നേരിടുകയും ചെയ്തു. തൻ്റെ ഇരുമ്പുലക്കയെ എറിഞ്ഞ് ഇന്ദ്രൻ്റെ ആ വജ്രത്തെ തെറിപ്പിച്ചു കളഞ്ഞു കംസൻ. ബാണാസുരൻ വസുക്കളോടും രുദ്രന്മാരോടും ആദിത്യന്മാരോടും ഗൃപുക്കളോടും യുദ്ധം ചെയ്തു. ഇന്ദ്രൻ്റെ ഐരാവതമായ ആ ആനയെ ഒരൊറ്റ മുഷ്ടിപ്രഹരത്താൽ കംസൻ കൊമ്പ് കുത്തിക്കുകയും പിന്നീട് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ ഇന്ദ്രൻ താൽക്കാലികമായി പരാജയം സമ്മതിക്കുകയും ചെയ്തു. ഭീതി പൂണ്ട ദേവന്മാർ അങ്ങുമിങ്ങും പലായനം ചെയ്തു. ഭൃത്യന്മാരെ കൊണ്ട് ഇന്ദ്രൻ്റെ സിംഹാസനവും വെൺകൊറ്റക്കുടയും എടുത്ത് കംസൻ തൻ്റെ രാജധാനിയിലേക്കായി മടങ്ങി.